watch me. നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. വണ്ടിക്ക് അകത്തുള്ള ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഉപയോഗിക്കാൻ നമുക്കറിയാം. എന്നാൽ ബേസിക്കായിട്ട് വണ്ടിയുടെ ബോണറ്റിനകത്ത് നമുക്ക് സ്വന്തമായി തന്നെ മെക്കാനിക്കലായിട്ട് പരിചയമില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ആദ്യമായി തന്നെ ഇപ്പോഴും വണ്ടിയുടെ ബോണറ്റ് കറക്റ്റായി തുറക്കാൻ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ടിപ്പ്. വണ്ടിക്കകത്ത് നിന്ന് ബോണറ്റ് ഓപ്പണർ വലിച്ചതിന് ശേഷം പുറത്ത് വണ്ടിയുടെ ലോഗോയുടെ തൊട്ട് മുകളിലേക്കായി ബോണറ്റിനകത്തേക്ക് കൈയിടുക. അപ്പോൾ തന്നെ ഒരു ലിവർ നമുക്ക് കിട്ടുന്നതായിരിക്കും. ലിവർ ഇടത്തോട്ട് തള്ളിക്കഴിഞ്ഞാൽ ബോണറ്റ് സിമ്പിളായിട്ട് ഉയർത്താനാവുന്നതാണ്. ഇതിനെ നമ്മളവിടെ ഒത്തിരി തപ്പേണ്ട കാര്യമില്ല. എപ്പോഴും ബോണറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ആയിരിക്കും ഈ ലോക്ക് ഉള്ളത്. അപ്പോൾ അല്ലാതെ ഒന്ന് കാണിക്കാം. ലോഗോയുടെ നേരെ മുകളിലേക്ക് കൈയിടുക. അപ്പോൾ ഒരു ലിവർ കിട്ടുന്നതായിരിക്കും. അത് ഇടത്തോട്ട് ആക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ലോക്ക് മാറും. അതിനുശേഷം സിമ്പിളായിട്ട് ബോണറ്റ് ഉയർത്താവുന്നതാണ്. വെറും 5 മിനിറ്റ് സമയം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് വണ്ടിയുടെ എൻജിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ എൻജിനിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എൻജിൻ്റെ ഓയിൽ ലെവലാണ്. എപ്പോഴും രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിരപ്പായ ഒരു ഭാഗത്തിട്ട് വേണം ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാൻ. ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് എൻജിനിൽ തന്നെ ഡിപ് സ്റ്റിക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റിക്ക് ഉണ്ടാവും. അത് ഇതേ കണക്ക് മുകളിലേക്ക് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഊരി വരുന്നതാണ്. ഈ ഡിപ് സ്റ്റിക്കാണ് നമ്മുടെ എൻജിനകത്തുള്ള ഓയിലിൻ്റെ ലെവൽ കാട്ടിത്തരുന്നത്. ഓയിൽ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ഡിപ് സ്റ്റിക്ക് ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് മൊത്തത്തിൽ ഒന്ന് തുടയ്ക്കുക. എൻജിൻ ഓടുന്നത് കാരണം ഡിപ് സ്റ്റിക്ക് മുഴുവൻ ഓയിലായിരിക്കും. ഡിപ് സ്റ്റിക്ക് മൊത്തമായിട്ട് ഓയിൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓയിൽ കളയുന്നതിന് വേണ്ടിയാണ് നമ്മളിത് തുടയ്ക്കുന്നത്. അപ്പോൾ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് ഡിപ് സ്റ്റിക്ക് ഒന്ന് തുടയ്ക്കുക. തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിപ് സ്റ്റിക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ 2 ചെറിയ ഹോള് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ എൻജിൻ്റെ ഓയിൽ ലെവൽ കാണിക്കുന്നത്. ഏറ്റവും താഴെ ഉള്ളത് മിനിമവും ഏറ്റവും മുകളിലേക്ക് കാണുന്ന ഹോള് മാക്സിമവുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം ഹോളിന് താഴേക്ക് ഓയിൽ ലെവൽ പോകാൻ പാടില്ല. മാക്സിമം കാണിക്കുന്ന ഹോളിന് മുകളിലേക്കും ഓയിൽ പോകാൻ പാടില്ല. മാക്സിമത്തിൻ്റെ കുറച്ച് താഴത്തേക്കായിട്ടായിരിക്കണം ഓയിലിൻ്റെ ലെവൽ നിൽക്കേണ്ടത്. അപ്പോൾ അത് ചെക്ക് ചെയ്തതിന് ശേഷം ഡിപ് സ്റ്റിക്ക് നമുക്ക് തിരിച്ചിടാവുന്നതാണ്. അഥവാ ഓയിൽ കുറവുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഓയിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് വണ്ടിയിൽ ഒഴിച്ച് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഓയിൽ ഒഴിക്കുന്നതിനായിട്ട് എൻജിൻ ഓയിലിൻ്റെ ക്യാപ്പ് അഴിക്കണം. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ക്യാപ്പിൻ്റെ മേളിൽ തന്നെ എൻജിൻ ഓയിൽ എന്ന് എഴുതിയിരിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് എൻജിൻ ഓയിൽ. ഈ എൻജിൻ ഓയിലിൻ്റെ പുറത്തുള്ള സിമ്പിൾ നമ്മൾ മീറ്ററിലൊക്കെ കാണാറുണ്ട്. ഓയിൽ കുറയുമ്പോഴാണ് ആ സിമ്പിൾ ക്ലസ്റ്ററിൽ കത്തുന്നത്. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് ടോപ്പപ്പ് ചെയ്യാം. ടോപ്പപ്പ് ചെയ്തതിന് ശേഷം അടയ്ക്കാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ചെക്ക് ചെയ്തിട്ട് ക്യാപ്പ് മുറുക്കി തന്നെ അടയ്ക്കണം. ഇല്ലെങ്കിൽ എൻജിൻ റണ്ണിങ് ടൈമിൽ ഓയിൽ അതിലേക്കൂടെ ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അടുത്തായിട്ട് എൻജിൻ കൂളിംഗ് സിസ്റ്റമാണ് നോക്കുന്നത്. അപ്പോൾ കൂളിംഗ് സിസ്റ്റത്തിൽ മെയിനായിട്ട് വരുന്ന റേഡിയേറ്ററും അതിൻ്റെ റിസർവോയറുമാണ്. റേഡിയേറ്ററാണ് നമ്മുടെ എൻജിൻ ചൂടാകുമ്പോൾ അത് തണുപ്പിക്കാനായിട്ടുള്ള കൂളൻ്റ് നിറച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റേഡിയേറ്റർ ക്യാപ്പ്. ഇതിലേക്കൂടെയാണ് കൂളൻ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ റേഡിയേറ്ററിൽ നിന്ന് ഈ ഓസ് വഴിയാണ് ഈ ഓസ് നേരെ ഇതുവഴി എൻജിനിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുവഴിയാണ് കൂളൻ്റ് എൻജിനിലേക്ക് പോകുന്നത്. എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത പോലെ തന്നെ കൂളൻറ്റും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നോക്കണം. ഇല്ലെങ്കിൽ വണ്ടി ചൂടായി കഴിഞ്ഞാൽ ഈ കൂളൻറ്റും ചൂടാവുന്നതാണ്. അത് പുറത്ത് വന്നാൽ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ
കൂളൻറ്റിൻ്റെ റിസർവോയർ. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴെങ്കിലും റേഡിയേറ്ററിൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് കൂളൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ടാങ്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിനകത്തും പൊസിഷൻസ് ഉണ്ട്, ലോയും ഫുള്ളും ഉണ്ട്. ലോയിൽ താഴാൻ പാടില്ല, ഫുള്ളിന് മേളിലും ഒഴിക്കാൻ പാടില്ല. ഫുള്ളിന് തൊട്ട് താഴെയായിട്ട് കൂളൻറ്റ് നിൽക്കണം. ഇവിടെ നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ടാങ്ക് ചെറുതായിട്ടൊന്ന് കുലുക്കി കഴിഞ്ഞാൽ അകത്തുള്ള കൂളൻറ്റ് നമുക്ക് കുലുങ്ങുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ എപ്പോഴും കൂളൻറ്റ് ഒഴിച്ചു കൊടുക്കേണ്ടത്. റേഡിയേറ്റർ തുറന്നൊഴിക്കേണ്ട കാര്യമില്ല. ഇതിൽ ഈ ലെവൽ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയേറ്ററിലും കറക്റ്റ് വെള്ളം മെയിൻറ്റെയിൻ ആയി പൊയ്ക്കോളും. പിന്നെ അഥവാ റേഡിയേറ്റർ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ തന്നെ അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കുക. ചൂടായിരിക്കുന്ന സമയത്ത് തുറക്കരുതെന്നാണ്. റേഡിയേറ്റർ ക്യാപ്പ് ഓപ്പൺ ആക്കാൻ വേണ്ടി അതിനകത്ത് തന്നെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഏത് ഡയറക്ഷനിലോട്ടാണ് തിരിക്കേണ്ടതെന്ന്. ആ ഡയറക്ഷനിലോട്ട് ഒന്ന് പ്രസ് ചെയ്ത് തിരിച്ചു കഴിഞ്ഞാൽ ക്യാപ്പ് ഓപ്പൺ ആവും. ക്യാപ്പ് തുറന്ന ഉടനെ നേരെ മുകളിലേക്ക് പൊക്കിയെടുക്കരുത്. ചൂടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂളൻറ്റ് പൊങ്ങിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്യാപ്പ് എപ്പോഴും ചരിച്ച് വേണം തുറന്നെടുക്കാൻ. ഇപ്പോൾ ഇവിടെ വണ്ടിക്കകത്ത് ആവശ്യത്തിന് കൂളൻ്റ് ഉണ്ട്. കൂളൻ്റ് അധികം അഴുക്കായി കഴിഞ്ഞാൽ അത് മാറ്റേണ്ടതാണ്. അഴുക്കായ കൂളൻ്റ് ഇട്ട് ഉപയോഗിക്കരുത്. അടയ്ക്കുന്നത് നേരെ സെയിം ആണ്, പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഒരു ലോക്കുണ്ട്. ക്യാപ്പിനകത്ത് ഒരു ലോക്ക് വരുന്നുണ്ട്, റേഡിയേറ്ററിനകത്തും ഒരു ലോക്കുണ്ട്. ഈ രണ്ട് ലോക്കും നേരെ വെച്ച് പ്രസ് ചെയ്തെങ്കിലേ ക്യാപ്പ് അകത്തേക്ക് വീഴത്തുള്ളൂ. പ്രസ് ചെയ്ത് തിരിച്ചെങ്കിൽ റേഡിയേറ്റർ ലോക്ക് ആവത്തുള്ളൂ. ഇത് പ്രഷർ കൂടുമ്പോൾ ക്യാപ്പ് ലൂസാവാതിരിക്കാനാണ് ഒരു സ്പ്രിങ് ആക്ഷൻ ഉള്ള ക്യാപ്പാണ് റേഡിയേറ്ററിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. ഇതാണ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവോയർ. ഇത് മാസ്റ്റർ സിലിണ്ടറിലാണ് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിക്കുന്ന ടാങ്കിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് മാസ്റ്റർ സിലിണ്ടർ. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് നിറയ്ക്കേണ്ടത്. ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ടാങ്കിനകത്തും ലെവൽ കാണിക്കാനായിട്ട് പൊസിഷൻസ് ഉണ്ട്, മിനിമവും മാക്സിമവും. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ ടാങ്കിൻ്റെ മിനിമം ലെവൽ. ഇതിൽ ബ്രേക്ക് ഫ്ലൂയിഡ് താഴാൻ പാടില്ല. ഈ കാണുന്നതാണ് ഇതിൻ്റെ മാക്സിമം ലെവൽ. മാക്സിമത്തിന് മുകളിൽ പോകാനും പാടില്ല, മാക്സിമത്തിന് തൊട്ട് താഴെയായിട്ട് നിർത്തണം. ഇപ്പോൾ പല വണ്ടിയിലും പല ടൈപ്പ് ബ്രേക്ക് ഫ്ലൂയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വണ്ടി പറയുന്നത് .3 എന്ന് പറയുന്ന ഗ്രേഡുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഏത് ഫ്ലൂയിഡാണോ യൂസ് ചെയ്യേണ്ടത് ആ ഫ്ലൂയിഡിൻ്റെ പേര് ടാങ്കിൻ്റെ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് കാണുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ബ്രേക്ക് ഫ്ലൂയിഡ് യൂസ് ചെയ്യാൻ. രണ്ട് ബ്രാൻഡിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് ഉപയോഗിക്കാതിരിക്കുക. മാക്സിമം ജെന്യുവൻ പാർട്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ കാണുന്ന ക്യാപ്പിൻ്റെ മുകളിൽ .3 എന്ന് എഴുതിയിട്ടുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ രണ്ടെണ്ണം മിക്സ് ചെയ്യാതെ ഒറ്റ ഫ്ലൂയിഡ് തന്നെ യൂസ് ചെയ്യുക. ഈ ക്യാപ്പിലും ലോക്കുണ്ട്, ആ ലോക്ക് അനുസരിച്ചിട്ടെങ്കിലേ ക്യാപ്പ് വീഴത്തുള്ളൂ. വെള്ളമൊന്നും കയറാതെ കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ഏകദേശം മെയിനായിട്ടുള്ള പാർട്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു പാർട്ടെന്ന് വരുന്നത് ബാറ്ററിയാണ്. അപ്പോൾ ഒത്തിരി നാൾ ഓടാതെ കിടന്ന വണ്ടിയുടെയൊക്കെ ബാറ്ററി ഡിസ്ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ബാറ്ററി വെള്ളം കറക്റ്റായിട്ട് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ്. ഇവിടെ 6 ക്യാപ്പ് കാണാൻ പറ്റും. വണ്ടിയിൽ ബാറ്ററിയിൽ 6 സെല്ലുണ്ടാവും. ആ 6 സെല്ലിൻ്റെ ബാറ്ററി വെള്ളം നിറയ്ക്കാനുള്ള ക്യാപ്പാണ് ഈ മുകളിൽ കാണുന്നത്. തുറക്കാനായിട്ട് നമ്മുടെ ഒരു കോയിൻ എടുത്താൽ മതി. കോയിൻ കറക്റ്റായിട്ട് നമുക്കിത് തുറക്കാൻ പറ്റും. കോയിൻ വെച്ച് ബാറ്ററി വെള്ളം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആവത്തില്ല. അപ്പോൾ ഇതിലേക്കൂടെ നോക്കിയാൽ കാണാൻ പറ്റും, സെല്ലിൻ്റെ കോറിന് മുകളിലായിട്ട് ബാറ്ററി വെള്ളം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. കോർ എപ്പോഴും ബാറ്ററി വെള്ളത്തിൽ നനഞ്ഞ് തന്നെ നിൽക്കണം. കോറിന് മുകളിലായിട്ട് എപ്പോഴും ബാറ്ററി വെള്ളം നിർത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ലെവലിൽ ബാറ്ററി വെള്ളമുണ്ട്. ഇപ്പോൾ വെള്ളം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാപ്പ് ടൈറ്റായിട്ട് അടയ്ക്കണം.
വേറെ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ബാറ്ററി ടെർമിനൽ എപ്പോഴും ലൂബ്രിക്കേറ്റ് ചെയ്യുക എന്നതാണ്. ബാറ്ററി ടെർമിനൽ ലൂബ്രിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് ഫംഗസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിന് ഒന്നെങ്കിൽ പെട്രോളിയം ജെല്ലി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിലുള്ള വാസലിൻ യൂസ് ചെയ്താലും മതി. ടെർമിനലിനകത്ത് വാസലിൻ തേച്ച് വയ്ക്കുക. ഇതുവഴി ഫംഗസ് പിടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ മെയിനായിട്ടുള്ള പാർട്സ് എല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന വൈപ്പർ വാഷറാണ്. അപ്പോൾ ഇവിടെ കാണാം, ആ ക്യാപ്പിൻ്റെ പുറത്ത് തന്നെ കാണാൻ പറ്റും ഒരു വെള്ളം സ്പ്രേ ചെയ്യുന്ന മോഡൽ ഒരു സിമ്പലുണ്ട്. ഇതിനകത്താണ് നമ്മൾ വൈപ്പർ ലിക്വിഡും പച്ചവെള്ളവും കൂടെ കലർത്തി ഒഴിക്കേണ്ടത്. ഇങ്ങനെ കലർത്തി ഒഴിക്കുന്ന വഴി ഗ്ലാസ് നല്ല ക്ലീൻ ആവും. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് കഴുകാനുള്ള വെള്ളം നിറയ്ക്കേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മൾ എൻജിൻ കമ്പാർട്ട്മെൻറ്റിലുള്ള മെയിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യുക. ലോങ് ഡ്രൈവ് പോകുന്നതിന് മുമ്പ് മെയിനായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നോക്കാനുള്ളത് വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷനാണ്. നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് ഒരു ടയർ കടയിൽ ചെന്നിട്ട് അവിടുത്തെ ആളടുത്ത് ടയറിൽ എയർ നിറയ്ക്കാൻ പറയും. അവർ എല്ലാ വണ്ടിക്കും ഏകദേശം ഒരേ രീതിയിലായിരിക്കും പ്രഷർ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ വണ്ടിക്ക് കമ്പനി തന്നെ പറയുന്ന ഒരു പ്രഷറുണ്ട്. അതറിയാനായിട്ട് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഡ്രൈവർ സൈഡ് ഡോറ് തുറന്നു കഴിഞ്ഞാൽ തൊട്ട് സൈഡിലുള്ള ഈ പില്ലറിൽ തന്നെ ഒരു ചാർട്ട് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മുടെ കറക്റ്റായിട്ടുള്ള വണ്ടിയുടെ ടയർ സൈസ്, അതിനകത്ത് അടിക്കേണ്ട പ്രഷർ, ഫ്രണ്ടും ബാക്കും അടിക്കേണ്ട പ്രഷർ ഇവിടെ കാണാൻ പറ്റും. എപ്പോഴും നമ്മൾ ഇതേ പ്രഷർ തന്നെ വണ്ടിയുടെ ടയറിൽ അടിക്കുക. പ്രഷർ കൂടി കഴിഞ്ഞാൽ ടയർ സെൻറ്റർ ഭാഗം പെട്ടെന്ന് തേഞ്ഞ് തീരാനും, കുറച്ചടിച്ചു കഴിഞ്ഞാൽ സൈഡ് വാൾ പെട്ടെന്ന് ഒടിഞ്ഞ് ചീത്തയാവാനും ചാൻസ് ഉണ്ട്. ടയർ പ്രഷർ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് ടയർ ലൈഫ് കൂടുതൽ കിട്ടും. അടുത്തായിട്ട് നോക്കേണ്ടത് വണ്ടിയുടെ ലൈറ്റ്സ് ആണ്. എപ്പോഴും വണ്ടി ഒരു ലോങ് ഡ്രൈവ് പോകുന്നതിന് മുമ്പ് ലൈറ്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ലൈറ്റ്സ് ഇട്ട് നമുക്ക് ചുറ്റും നടന്നാൽ തന്നെ നമുക്ക് എല്ലാ ലൈറ്റ്സും വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. എല്ലാ ലൈറ്റ്സും റിവേഴ്സ് ഉൾപ്പെടെ നമ്മൾ ഇട്ട് നോക്കുക. നമ്പർ ബോർഡിൻ്റെ അവിടുത്തെ ലൈറ്റ്സ് എല്ലാം വർക്കിംഗ് ആണോ എന്ന് നോക്കുക. സഹായത്തിന് ഒരാൾ കൂടുതലുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് ലൈറ്റും വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണോ എന്ന് നോക്കണം. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ചെക്ക് ചെയ്യാനായിട്ട് കൂടെ ഒരാളില്ലെങ്കിൽ വണ്ടി ഒരു മതിലിന് നേരെ ഇട്ടിട്ട് ഹെഡ്ലൈറ്റ് ആ മതിലിലോട്ട് അടിച്ച് നമുക്ക് രണ്ട് ബീമും ചെക്ക് ചെയ്യാവുന്നതാണ്. ലോ ബീമും ഹൈ ബീമും വർക്കിംഗ് ആണോ എന്ന് ഒരാളുടെ സഹായമില്ലാതെ നമുക്ക് അറിയാവുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ വെച്ച് തന്നെ നമുക്ക് ഹൈ ബീമും ലോ ബീമും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോഗ് ലാമ്പും വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്ത മെയിനായിട്ടുള്ള ഒരു പാർട്ടെന്ന് പറയുന്നത് നമ്മുടെ വൈപ്പറാണ്. മഴ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈപ്പേഴ്സാണ്. അപ്പോൾ വൈപ്പർ എപ്പോഴും പ്രോപ്പർ ഫങ്ഷനിങ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ വൈപ്പർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് വിരൽ വെച്ചൊന്ന് ആക്കി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒത്തിരി കട്ടി കൂടുതലാണെങ്കിൽ ആ വൈപ്പർ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ട്. വൈപ്പർ എപ്പോഴും കുറച്ച് സ്മൂത്തായിട്ട് ഇരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം വൈപ്പർ. ഫ്ലെക്സിബിൾ ആണെങ്കിലേ കറക്റ്റായിട്ട് വെള്ളം വൈപ്പ് ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒത്തിരി നാൾ നമ്മൾ ഇപ്പോൾ ഒരു 2-3 ദിവസത്തിൽ കൂടുതൽ വണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ വണ്ടിയുടെ വൈപ്പർ ഈ കാണിക്കുന്ന പോലെ പൊക്കി വെച്ചാക്കുക. ഇല്ലെങ്കിൽ ഗ്ലാസ്സിലുള്ള ചൂട് വൈപ്പറിൻ്റെ കട്ടി കൂട്ടുകയും അതിൻ്റെ എഫിഷ്യൻസി കുറയ്ക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. ആഴ്ചയിൽ വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ലെങ്ത് കുറച്ച് കൂടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും സീ യു.